Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അവക്കാഡോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടർ ഫ്രൂട്ട്, പാല്, പഞ്ചസാര, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പും ആൽമണ്ട്സും പീനട്ട്സും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബട്ടർ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബട്ടർ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തതാണിത്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ് എടുത്ത് കളയാം. 1/2 ലിറ്റർ പാലിന് ഒരു ചെറിയ ബട്ടർ ഫ്രൂട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ അത്യാവശ്യം കട്ടി ഉണ്ടാവും. ഇതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് എടുത്ത് കളയാം. ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ എടുത്ത് കളയാൻ പറ്റുന്നുണ്ട്. പറ്റാത്തതാണെങ്കിൽ ഒന്ന് കത്തി ആ സീഡിൽ കുത്തിയിട്ട് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കഴമ്പ് എടുക്കണം. ഒരു ടീസ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ടീസ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഴമ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അര ലിറ്റർ പാല് ഫ്രിഡ്ജ് വെച്ചിട്ട് നന്നായി തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല തണുത്ത പാൽ ഒഴിക്കുമ്പോഴാണ് ഈ ഷേക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക. നന്നായി അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആദ്യം നമുക്ക് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ട്. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ നമുക്കൊന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഈ ചോക്ലേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നെന്ന് മാത്രം.
ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുക്കണില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് പീനട്ട്സും ആൽമണ്ട്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.